പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. എന്നാൽ പുസ്തകങ്ങൾ വായിക്കുവാൻ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് കേൾക്കുക. അതും മലയാളത്തിൽ ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. മലയാളത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന ചില പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, മോഡൽസ് എന്ന പുസ്തകം. നിങ്ങൾ പ്രണയത്തിന്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുമായി സൗഹൃദം സൃഷ്ടിക്കുന്നതിലാകട്ടെ ഇതിലെല്ലാം ഫെയിൽ ആകുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മോഡൽസ് എന്ന പുസ്തകം. ഇതുകൂടാതെ ഒരു പുതിയ ശീലം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകം. നമ്മൾ പുതിയ ശീലങ്ങൾ ആരംഭിക്കാത്തതിന്റെ കാരണം നമ്മൾ അത് പൂർത്തിയാക്കില്ല എന്ന് പേടിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ നിത്യവും ചെയ്യുന്ന ചില ശീലങ്ങളുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ശീലങ്ങൾ രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിക്കുന്ന മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് അടുത്ത പുസ്തകം. അതുപോലെ തന്നെ ബിസിനസ് സംരംഭകർക്ക് ഇടയിലെ ഒരു നക്ഷത്രമായി നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ, പുതിയൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിച്ച ഒരു ബിസിനസിനെ മെച്ചപ്പെടുത്തിയെടുക്കണമെങ്കിൽ അതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ട് ഒരു പുസ്തകമാണ് 0 to 1 എന്ന പുസ്തകം. ഈ 3 ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 615 രൂപയായിരിക്കും അതിന് ചെലവ് വരിക. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നെസ് ആപ്ലിക്കേഷനിലൂടെ ഈ 3 ഓഡിയോ ബുക്സിനെയും ചേർത്ത് ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് 72 മണിക്കൂർ നേരത്തേക്ക് വേണ്ടി മാത്രം നൽകുകയാണ്. ഈ 3 ബുക്സ് ഒരുമിച്ച് നിങ്ങൾ കോംബോ ഓഫറിലൂടെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വെറും 499 രൂപ മാത്രമാണ് ചെലവാകുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ഫോർ ഗ്രേറ്റ്നെസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ കോംബോ ഓഫർ 72 മണിക്കൂറിനകം തീരുന്നതാണ്. അതിനു മുമ്പ് തന്നെ ഈ 3 ബുക്സും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഇത്തരത്തിൽ ലൈഫിൽ ഒരുപാടധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നും തീർച്ചയായും ആഗ്രഹിക്കുന്നവർ തന്നെയാകും. എന്നാൽ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം പലപ്പോഴും ആളുകൾ അറിയുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള 4 ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് സേയിങ് യെസ് ആൻഡ് ഓൾവേസ് ബീങ് അവൈലബിൾ. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൊലീഗ്സ് ഒക്കെ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ആ കാര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയും അവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കാനും ശ്രമിക്കാറുണ്ട്. ഇത് സത്യത്തിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ജസ്റ്ററായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ആവശ്യവുമാണ്. എന്നാൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ആദ്യം തന്നെ ഉണ്ടാകുന്നൊരു അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിനു ശേഷം ഫ്ലൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു യാത്രാക്ലേശം അനുഭവപ്പെടുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ശ്വസിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകൾ ലഭ്യമായിരിക്കും. എന്നാൽ ഓക്സിജൻ മാസ്ക് ധരിക്കുന്നതിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ സ്വയം ഓക്സിജൻ മാസ്ക് ധരിക്കേണ്ടതുണ്ട് എന്നാണ് അനൗൺസ്മെൻറ്റിൽ പറയുന്നത്. ഇതിനർത്ഥം നമ്മൾ പലപ്പോഴും നമ്മൾ സ്വയം ഓക്സിജൻ മാസ്ക് ധരിക്കുന്നത് മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ശ്വാസതടസ്സം നേരിടാനുള്ള സാധ്യത വളരെ അധികമാണെന്നും അതുകൊണ്ട് ആദ്യം നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കുന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുമാണ്. ഇത്തരത്തിലുള്ള ഒരുപാടധികം സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലും എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കൂടിയും പലപ്പോഴും അത് നമ്മുടെ ഒരുപാടധികം സമയവും എഫേർട്ടും ഒക്കെ തന്നെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരുപാടധികം സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് എന്താണ് അവിടെ നമുക്ക് നഷ്ടമാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ഡ്രീംസും നമ്മുടെ ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ട സമയമാണ്. ഇത്തരത്തിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ ഒരു സ്റ്റേക്കിൽ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഫ്ലൈറ്റിലെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ജീവൻ പോലും മാറ്റിവെച്ചിട്ടാണ് മറ്റുള്ള ആളുകളുടെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നല്ല, എന്നാൽ നമ്മുടെ ജീവനും പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും അവരുടെ സമയം ഇത്തരത്തിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാടധികം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അവരുടെ സമയത്തിൻ്റെ വില അവർ മനസ്സിലാക്കുകയും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം അവർ മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഹാബിറ്റ് ഓഫ് പെർഫെക്ഷനിസമാണ്. 2004 എറിക് റൈസ് എന്ന് പറയുന്ന ഒരു സിലിക്കൺ വാലി എഞ്ചിനീയർ ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നു. അത് വളരെ
നൂതനമായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു വ്യക്തിയുടെ മുഖം പോലെ ഇരിക്കുന്ന ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അദ്ദേഹം തൻ്റെ ഐഡിയയുടെ കാര്യത്തിൽ വളരെയധികം കൺവിൻസ്ഡ് ആയതുകൊണ്ട് തന്നെ IMVU എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിക്കുകയും 6 മാസം കൊണ്ട് ഒരുപാടധികം പണം ചെലവഴിച്ചുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. വളരെയധികം പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എറിക്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രോഡക്റ്റ് അത്രമേൽ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എറിക്കിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു കാരണവശാലും ആരും അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിനെ പറ്റി യാതൊരുവിധ കുറ്റവും കണ്ടെത്താൻ പാടില്ല എന്ന നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ പെർഫെക്ഷനിസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല പ്രോഡക്റ്റിൻ്റെ റിസപ്ഷൻ വന്നിരുന്നത്. വളരെയധികം ആളുകൾ ആ പ്രോഡക്റ്റിനെ റിജക്റ്റ് ചെയ്തു. അവർക്ക് ആ പ്രോഡക്റ്റ് സത്യത്തിൽ അവരുടെ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയത് കൊണ്ടായിരുന്നു അവർ ആ പ്രോഡക്റ്റിനെ റിജക്റ്റ് ചെയ്തത്. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷനിസം കാരണമായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയത് എന്ന്. പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തുകയോ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുകയോ ട്രയൽ വേർഷനായിട്ട് ലോഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹം തൻ്റെ പൂർണ്ണമായ എഫേർട്ടും പണവും അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന ഒറ്റ നിർബന്ധ ബുദ്ധിയിൽ മാത്രമായിരുന്നു ശ്രദ്ധ ചെലുത്തിയിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവാനും ഷട്ട് ഡൗൺ ചെയ്യാനും ഉണ്ടായിരുന്ന റീസൺ. ഇത്തരത്തിലുള്ള പെർഫെക്ഷനിസം പലപ്പോഴും പല ആളുകളുടെയും ലൈഫിൽ വലിയൊരു വില്ലനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പെർഫെക്ഷനിസം ട്രാപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മൈൻഡ് സെറ്റോട് കൂടി മാത്രം നമ്മുടെ ഗോൾസിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് ടെൻഷനാണ്. പലപ്പോഴും ആളുകൾക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇനി ടെൻഷൻ അടിക്കാൻ കാരണമൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകൾ പോലും നമുക്കിടയിലുണ്ട്. എക്സാമിന് മാർക്ക് കുറയുന്നതും ഡെഡ് ലൈനിന് മുൻപ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതും ബൈക്കിൽ പെട്രോൾ തീർന്നതും തലയിലെ മുടി കൊഴിച്ചിലും തുടങ്ങി ഒരുപാടധികം കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ നമുക്ക് പറ്റും. ലോകത്തിലെ 85% ആളുകളും ഇത്തരത്തിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് ടെൻഷൻ അടിക്കുന്നത് എന്നാണ് ന്യൂയോർക്കിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് ന്യൂയോർക്കിൽ മാത്രം നടന്നിട്ടുള്ള പഠനങ്ങളല്ല, ലോകത്തിലെ തന്നെ ഒരുപാടധികം സമൂഹങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളും ഇത് തന്നെയാണ് ശരിവെക്കുന്നത്. ഇത്തരത്തിൽ ലോകത്തിലുള്ള 85% ആളുകളും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം ഗോൾസും ഡ്രീംസും ഒന്നും അച്ചീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നഷ്ടമായി പോകുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുകയും മെൻ്റലി നമ്മൾ വല്ലാതെ ടയേർഡായി പോവുകയും ചെയ്യുന്നു. ഇത് നമ്മളെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തുന്നതിൽ നിന്നും ഒരുപാടധികം ദൂരത്തേക്ക് വലിച്ചു നീക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ടെൻഷൻ അടിക്കുന്ന ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയെ മാറ്റേണ്ടത് അനിവാര്യമാണ്. നാലാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ദ ഹാബിറ്റ് ഓഫ് ട്രൈയിങ് എവറിത്തിങ്. പലപ്പോഴും ആളുകൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവാറുണ്ട്. ചില ആളുകൾ ഒരേ സമയം ഡാൻസർ ആവണമെന്നും പ്രോഗ്രാമർ ആവണമെന്നും ആർട്ടിസ്റ്റ് ആവണമെന്നും ആക്ടർ ആവണമെന്നും യൂട്യൂബർ ആവണമെന്നും ഒക്കെ ഒരുപാടധികം ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇവയിൽ ഒന്നുപോലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സും ഇൻട്രസ്റ്റ്സും ഒക്കെ മറ്റുള്ള ആളുകളെ കണ്ടാണ് പഠിക്കുന്നത്. മറ്റൊരാൾ നന്നായി ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതുപോലെ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നും. മറ്റൊരാൾ നന്നായി കോഡ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതുപോലെ നല്ലൊരു പ്രോഗ്രാമർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ ചോയ്സ് അല്ല. നമ്മൾ മറ്റുള്ളവരെ കണ്ട് അവരെ മിമിക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇത് ട്രൈ ചെയ്താൽ പോലും അത് നമുക്ക് വർക്ക് ഔട്ട് ആവണമെന്നില്ല. ഇതിനർത്ഥം മറ്റുള്ളവർക്ക് വർക്കൗട്ട് ആവുന്ന എല്ലാ കാര്യവും നമുക്കും വർക്കൗട്ട് ആവണം എന്നില്ല. കാരണം അവരുടെ ഇൻട്രസ്റ്റും നമ്മുടെ ഇൻട്രസ്റ്റും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ അവരെ പോലെ ആവണമെന്ന് ശ്രമിച്ച് അവരെ അതുപോലെ തന്നെ മിമിക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിലാണോ മാസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ പൂർണ്ണമായും നമ്മുടെ ചോയ്സ് ഉണ്ടായിരിക്കുകയും അതിൽ പൂർണ്ണമായ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാടധികം സമയം നമ്മുടെ ലൈഫിൽ വേസ്റ്റ് ആവുകയും അത് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിൽ നിന്നും ഒരുപാടധികം ഹിൻഡർ ചെയ്യുകയും ചെയ്യുന്നു.
സോ നമ്മുടെ ലൈഫിൽ ഒരുപാടധികം സമയം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള 4 ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത്തരം ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും അത് നമുക്ക് ഒരുപാടധികം സമയം നമ്മുടെ ലൈഫിൽ നിന്നും വേസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. നമ്മുടെ ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ നമ്മുടെ ചാനലിൽ നിന്നും വെയർ യുവർ ഇൻസ്പിറേഷൻ എന്ന കോൺസെപ്റ്റിൽ 2 ടീഷർട്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു ടീഷർട്ട് ഡ്രീമറായിരിക്കാൻ പാടില്ല, ഡൂവറായി മാറണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ചെയ്യുന്നവരായി മാറണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകുന്നതാണ് ഈ ഡ്രീമറിൽ നിന്ന് ഡൂവറാക്കുന്ന ടീഷർട്ട്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും വലിയൊരു ബില്യനെയറും ഇൻസ്പിറേഷനുമായ എലോൺ മസ്കിന്റെ ചിത്രമുള്ള ടീഷർട്ട്. അതിൽ എലോൺ മസ്കിന്റെ കോട്ടായിട്ടുള്ള ഡിഗ്രീസ് ജസ്റ്റ് പേപ്പർ, ഇന്റലിജൻസ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ഗ്രേഡ്സ്, ഈ എഴുത്തും പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ടീഷർട്ട്. ഈ ടീഷർട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ധാരാളം പേർ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം വളരെ നല്ല ഫീഡ്ബാക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ടീഷർട്ട് പർച്ചേസ് ചെയ്യൂ. വിയർ യുവർ ഇൻസ്പിറേഷൻ എന്ന ഈ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ശരി, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം.